നിങ്ങൾ ഒരു ഡിസ്ക്രിഷണറി ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് വഴി ബാങ്ക്രപ്സി, ഡിവേഴ്സ്, തേർഡ് പാർട്ടി ക്ലെയിം എന്നിവ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി UK-യിൽ ഡിസ്ക്രിഷണറി ട്രസ്റ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് പ്രകാരം ഫ്യൂച്ചറിൽ വരുന്ന ഇൻഹെറിറ്റൻസ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിനും ടാക്സ് പ്ലാൻ ചെയ്യുന്നതിനും UK-യിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂളാണ് ഡിസ്ക്രിഷണറി ട്രസ്റ്റ്. ഉദാഹരണമായിട്ട് നിങ്ങളുടെ കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പ്രോപ്പർട്ടി ഒരു ട്രസ്റ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും പ്രോപ്പർട്ടിയുടെ റെന്റ് കുട്ടികൾക്ക് യൂണിവേഴ്സിറ്റി ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്യാം. അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി ട്രസ്റ്റ് ആയതുകൊണ്ട് പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥാവകാശം നിങ്ങൾക്ക് നിലനിർത്തിക്കൊണ്ട് അതിന്റെ ഇൻട്രസ്റ്റ് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും അങ്ങനെ ടാക്സ് സേവ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നു. ഇതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സ് പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഡിസ്ക്രിഷണറി ട്രസ്റ്റ് ഉപയോഗിക്കാം. ഉദാഹരണമായിട്ട് UK ടാക്സ് റെസിഡന്റിനെ സംബന്ധിച്ച് വേൾഡ് വൈഡ് അസറ്റ് ഇൻഹെറിറ്റൻസ് ടാക്സിന്റെ പരിധിയിൽ വരികയും ഇത് പ്രകാരം 3,25,000 പൗണ്ടിന് മുകളിൽ 40% ടാക്സ് കൊടുക്കേണ്ടതുള്ളതുകൊണ്ട് പലർക്കും ഡിസ്ക്രിഷണറി ട്രസ്റ്റ് വളരെ ഉപകാരപ്രദമായിരിക്കും ഫ്യൂച്ചറിൽ വരുന്ന ഇൻഹെറിറ്റൻസ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി. മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം, പ്രത്യേകിച്ച് ബാങ്ക്രപ്സി, ഡിവേഴ്സ്, മറ്റ് തേർഡ് പാർട്ടി ക്ലെയിം ഉണ്ടാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനു വേണ്ടി ഡിസ്ക്രിഷണറി ട്രസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. കാരണം നിങ്ങളുടെ സ്വത്തുക്കൾ നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെല്ലാം നിങ്ങളുടെ അസറ്റ് നഷ്ടപ്പെടാൻ കാരണമാകുന്നു. ഉദാഹരണം, നിങ്ങളുടെ വീട് കൊടുക്കുകയും അതിനുശേഷം ഡിവേഴ്സ് ഉണ്ടാകുകയാണെങ്കിൽ ആ സ്വത്തുക്കൾ നഷ്ടപ്പെടാനുള്ള അവസരമുണ്ട്. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഡിസ്ക്രിഷണറി ട്രസ്റ്റ് തന്നെ ഉണ്ടാക്കുന്നത്. UK-യിൽ വളരെ പോപ്പുലറാണ് ഡിസ്ക്രിഷണറി ട്രസ്റ്റ്. നിങ്ങളുടെ സെക്കൻഡ് പ്രോപ്പർട്ടി നിങ്ങളുടെ മക്കൾക്ക് കൊടുക്കുന്നത് അതിന്റെ റെന്റ് കളക്ട് ചെയ്യാനുള്ള അവകാശം മാത്രമാണ് ഒരു ട്രസ്റ്റിലൂടെ കൊടുക്കുന്നത്. ഉടമസ്ഥാവകാശം ആ ട്രസ്റ്റിന് തന്നെ നിലനിൽക്കുകയും അങ്ങനെ ഫ്യൂച്ചറിൽ ഏതെങ്കിലും ബാധ്യത വന്നു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നിങ്ങൾ കൊടുത്ത പ്രോപ്പർട്ടി അവർക്ക് നഷ്ടപ്പെടുന്നില്ല. ഇതുപോലെ തന്നെയാണ് നിങ്ങൾ മക്കൾക്ക് പ്രോപ്പർട്ടി കൊടുക്കുകയും അതിനുശേഷം അവർ ബിസിനസ്സും മറ്റും ചെയ്ത് ബാങ്ക്രപ്സിയോ മറ്റു കാരണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുത്ത അസറ്റ് പോകാതിരിക്കുന്നതിനും ഇതുപോലെ ഡിസ്ക്രിഷണറി ട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. അതുപോലെ തന്നെ ഡിസ്ക്രിഷണറി ട്രസ്റ്റ് വഴി തേർഡ് പാർട്ടി ക്ലെയിമും നിങ്ങൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മക്കൾക്ക് നേരിട്ട് പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് പകരം ഒരു ഡിസ്ക്രിഷണറി ട്രസ്റ്റ് പ്രകാരം അത് യൂണിവേഴ്സിറ്റി ഫീസ് കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും പ്രോപ്പർട്ടി കൊടുക്കുന്നതിന് പകരം അതിന്റെ റെന്റ് മാത്രം ഒരു ട്രസ്റ്റിലൂടെ കൊടുക്കുന്നത് വഴി നിങ്ങൾ അതിന്റെ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യുകയും ഫ്യൂച്ചറിൽ വരുന്ന എല്ലാ ലയബിലിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് അസറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ടാകുന്നു. വളരെ പോപ്പുലർ ആയിട്ട് UK-യിൽ ഉപയോഗിക്കുന്നതാണ് ഡിസ്ക്രിഷണറി ട്രസ്റ്റ്. നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യാനും ഫ്യൂച്ചറിൽ ടാക്സ് സേവ് ചെയ്യുന്നതിനും ഇൻഹെറിറ്റൻസ് ടാക്സിനും ഇത് ഉപയോഗിക്കുന്നു. നിങ്ങളുടെ മക്കൾക്ക് പൂർണ്ണമായിട്ടും അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പകരം ഒരു ഡിസ്ക്രിഷണറി ട്രസ്റ്റ് വഴി കൊടുക്കുന്നത് വഴി നിങ്ങൾക്ക് അസറ്റ് പ്രൊട്ടക്ഷനും ഫ്യൂച്ചറിൽ വരുന്ന ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകാനും സാധിക്കുന്നു. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ സ്വത്തുക്കൾ ഒരു ട്രസ്റ്റിലേക്ക് മാറ്റപ്പെടുമ്പോൾ ആ ട്രസ്റ്റ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനോ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ബാങ്ക്രപ്സിയോ മറ്റ് ഡിവോഴ്സോ മറ്റ് തേർഡ് പാർട്ടി ക്ലെയിം വന്നാലും ഇങ്ങനെയുള്ള ഒരു ട്രസ്റ്റ് വഴി നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യപ്പെടുന്നു. നിങ്ങളുടെ അസറ്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ടാക്സ് പ്ലാൻ ചെയ്യുന്നതിനും ഫ്യൂച്ചറിൽ ഉണ്ടാകുന്ന ഇൻഹെറിറ്റൻസ് ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിനും നിങ്ങൾ മക്കൾക്ക് കൊടുത്ത സ്വത്തുക്കൾ ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനും നിങ്ങളുടെ തന്നെ സ്വത്തുക്കൾ മറ്റ് ബിസിനസ്, ബാങ്ക്രപ്സി, ഡിവോഴ്സ് ഇതിൽ നിന്ന് ഇമ്മ്യൂണിറ്റി കിട്ടുന്നതിനും ഡിസ്ക്രിഷണറി ട്രസ്റ്റ് UK-യിൽ വളരെ പോപ്പുലർ ആയിട്ട് ഉപയോഗിക്കപ്പെടുന്നു.